കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷമാണ് 2026 മാർച്ച് മാസം 16 തീയതി തിങ്കളാഴ്ച. തിങ്കളാഴ്ച വരുന്ന പ്രദോഷത്തിനെ സോമപ്രദോഷം എന്നാണ് വിളിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രദോഷം മഹാദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 2026 മാർച്ച് മാസം 16 തീയതി രാവിലെ 9:40 മുതൽ 17 തീയതി രാവിലെ 9:23 വരെയാണ്. ത്രയോദശി തിഥി സന്ധ്യാകാലത്ത് എപ്പോഴാണോ വരുന്നത് ആ സമയമാണ് നമ്മൾ പ്രദോഷമായി കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ത്രയോദശി തിഥി സന്ധ്യാസമയത്ത് വരുന്നത് മാർച്ച് മാസം 16 തീയതി തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നു. പ്രദോഷത്തിന് സന്ധ്യാകാലത്തിനാണ് പ്രാധാന്യം. സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഫലസിദ്ധി ഉള്ളത്. സന്ധ്യാസമയമാണ് പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് വിശ്വാസം. ഉത്തമമായ സമയം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് 6:33 മുതൽ രാത്രി 8:56 വരെയാണ്. ഈ സമയത്ത് നമഃശിവായ മന്ത്രം ആര് എവിടെ ഇരുന്ന് ജപിക്കുന്നുവോ അവിടെ സകല ദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നും എല്ലാ ദേവതകളുടെയും അനുഗ്രഹം, മഹേശ്വരൻ്റെ അനുഗ്രഹം കൂടാതെ മറ്റെല്ലാ ദേവതകളുടെയും അനുഗ്രഹം ആര് എവിടെ ഇരുന്ന് നമഃശിവായ ജപിക്കുന്നുവോ ആ പ്രദേശത്തിനും ആ വ്യക്തിക്കും ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം. അത്രത്തോളം പ്രാധാന്യമാണ് പ്രദോഷ സന്ധ്യാകാലത്തിന്. പ്രദോഷം എന്തിനു വേണ്ടിയിട്ടാണ് ആചരിക്കുന്നത്? മഹാദേവ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് പ്രദോഷം ആചരിക്കുന്നത്. എങ്ങനെയാണ് ആചരിക്കുന്നത്? സാധാരണ പ്രദോഷ ദിവസം നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമഃശിവായ മന്ത്രമൊക്കെ ജപിച്ച് പ്രാർത്ഥിച്ചിരിക്കും. സാധാരണ ചെയ്യുന്നത് രാവിലെ മുതൽ സന്ധ്യ വരെ പൂർണ്ണമായ ഉപവാസമാണ്. സന്ധ്യയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം, അതായത് ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഒരു കരിക്ക് ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുകയും കുറച്ച് പഴങ്ങൾ കൂടി സമർപ്പിക്കുകയും ചെയ്തതിനു ശേഷം ആ കരിക്കും പഴങ്ങളും അവിടെ നിന്നും നേദിച്ച് മേടിക്കുകയും ആ കരിക്കിൻ്റെ വെള്ളം കുടിക്കുകയും ആ പഴങ്ങൾ കഴിക്കുകയും ചെയ്ത് നമ്മുടെ പ്രദോഷവ്രതം അവസാനിപ്പിക്കും. അതിനുശേഷം മഹാക്ഷേത്രങ്ങളിൽ മിക്കവാറും അന്നദാനമുണ്ടായിരിക്കും. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടുന്ന ആ ഒരു ചോറ് അത് മേടിച്ചിട്ട് മോരോ ഉള്ളി ചേർക്കാത്ത ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടി കഴിക്കാറുണ്ട്. ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇനി ആരോഗ്യം അനുവദിക്കാത്ത ആളുകൾ, മരുന്ന് കഴിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ പൂർണ്ണമായ ഉപവാസം എടുക്കണ്ട. പക്ഷേ പഴങ്ങളോ വെള്ളമോ എന്തെങ്കിലും കുടിച്ച് ഇരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രദോഷം എടുക്കുന്നത്? മഹാദേവ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് പ്രദോഷം എടുക്കുന്നത്. പ്രദോഷ ദിവസം പരമാവധി സമയം നമഃശിവായ മന്ത്രമാണ് ജപിക്കേണ്ടത്. ശിവസഹസ്രനാമം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നാമങ്ങൾ, മറ്റ് നാമങ്ങൾ മഹാദേവൻ്റെ അറിയാമെങ്കിൽ ആ നാമങ്ങൾ ഇതെല്ലാം തന്നെ അന്നേ ദിവസം ജപിക്കണം. അന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് നടരാജ രൂപമാണ്. എന്തുകൊണ്ടാണ് അന്ന് ഭഗവാനെ നടരാജ രൂപത്തിൽ ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലാഴി മഥന സമയത്ത് വാസുകി കാളകൂട വിഷം ഛർദ്ദിക്കുകയും ആ വിഷം തൻ്റെ തൃക്കൈയിൽ ഏറ്റുവാങ്ങിയിട്ട് ഭഗവാൻ സ്വശരീരത്തിലേക്ക് ആ വിഷം സ്വീകരിച്ചു എന്നും വിശ്വസിക്കുന്നു. അങ്ങനെ ഭഗവാൻ തൻ്റെ ശരീരത്തിലേക്ക് ആ വിഷം സ്വീകരിക്കുകയും അങ്ങനെ ആ വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ ഉറച്ചു പോവുകയും അങ്ങനെ ഭഗവാന് നീലകണ്ഠൻ എന്ന നാമം ഉണ്ടാവുകയും ചെയ്തു. കൊടിയ വിഷമാണ് വാസുകി ഛർദ്ദിച്ചത്. ആ വിഷം താഴേക്ക് പതിച്ചിരുന്നുവെങ്കിൽ ഈ 14 ലോകങ്ങളും നശിക്കുമായിരുന്നു. ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം വിഷം ഏറ്റുവാങ്ങുകയായിരുന്നു മഹേശ്വരൻ. അതുകൊണ്ട് തന്നെ അല്പസമയത്തേക്ക് മഹേശ്വരന് ഒരു ക്ഷീണം അനുഭവപ്പെട്ടു എന്ന് പറയുന്നു. അതിൻ്റെ ഫലമായിട്ട് മഹാദേവൻ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് കിടന്നു. ആ സമയത്ത് സകല ദേവന്മാരും ദേവതകളും മഹർഷിമാരും
എല്ലാവരും തന്നെ യക്ഷന്മാരും കിന്നരന്മാരും എല്ലാവരും അവിടെ കൂടി നിൽക്കുകയും മഹാദേവനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ത്രയോദശി സന്ധ്യാകാലത്തിൽ ഭഗവാൻ ഉണർന്ന് എഴുന്നേൽക്കുകയും പാർവതീദേവിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ആനന്ദ നടനമാടി എന്നാണ് വിശ്വാസം. ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് സരസ്വതീദേവി വീണമീട്ടുകയും ഗന്ധർവന്മാർ പാട്ടുപാടുകയും ചെയ്തു. എല്ലാ ദേവന്മാരും സന്തോഷിച്ചു, ഭഗവാനെ സ്തുതിച്ചു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത്, ഈ സന്ധ്യാകാലത്തിൽ നമ്മൾ ഭഗവാനെ നടരാജ രൂപത്തിൽ പ്രാർത്ഥിക്കണം. ആര് എവിടെ ഇരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുന്നു അവിടെ മഹേശ്വര സാന്നിധ്യം ഉണ്ടാകുന്നു എന്നും അവിടെ സകല ദേവന്മാരും സന്നിഹിതരാകുന്നു എന്നും ആരാണോ നാമം ജപിച്ചത് അവർക്ക് എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നു എന്നുമാണ് വിശ്വാസം. ഇതാണ് പ്രദോഷത്തിൻ്റെ കഥ. ഇവിടെ സോമപ്രദോഷമാണ്. തിങ്കളാഴ്ച മഹാദേവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. പ്രദോഷവും തിങ്കളാഴ്ചയും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് അത്യുത്തമമാണ്. പ്രദോഷവും തിങ്കളാഴ്ചയും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ആ പ്രദോഷത്തെ സോമപ്രദോഷം എന്നാണ് വിളിക്കുന്നത്. സോമപ്രദോഷത്തിന് ഒരു കഥയുണ്ട്. അതായത് പണ്ട് ഒരു നഗരത്തിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ ജീവിച്ചിരുന്നു. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിരുന്നു. ആരും അവരെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. അവർക്കൊരു പുത്രനുണ്ടായിരുന്നു. ഈ കുഞ്ഞുമായിട്ട് എല്ലാ ദിവസവും ഈ ബ്രാഹ്മണ സ്ത്രീ ഇങ്ങനെ ഭിക്ഷയാചിക്കാനായിട്ട് പോകും. ഭിക്ഷയാചിച്ച് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവർ കുഞ്ഞിനും കൊടുത്ത് അവർ കഴിയുമായിരുന്നു. ഈ സ്ത്രീ വലിയ ശിവഭക്തയായിരുന്നു. ഒരു ദിവസം ഇവരിങ്ങനെ ഭിക്ഷയാചിച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് വഴിയിൽ മറ്റൊരാൺകുട്ടി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടു. വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു ആ കുഞ്ഞ് അവിടെ ഇരുന്നിരുന്നത്. ഈ കുഞ്ഞിനെയും കൂടി അവരുടെ വീട്ടിലേക്ക് കൂട്ടി. എന്നിട്ട് ഇവരുടെ പുത്രനും ഈ കുട്ടിയും കൂടി ഒരുപോലെ ആ ബ്രാഹ്മണ സ്ത്രീയുടെ കൂടെ ഇങ്ങനെ വളരുകയാണ്. രണ്ടുപേരും നല്ല കൂട്ടുകാരെ പോലെ ജീവിച്ചു. സഹോദരന്മാരെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ജീവിച്ചു. ഈ കുട്ടി വിദർഭ എന്ന രാജ്യത്തിലെ രാജാവിൻ്റെ മകനാണ്. ആ സമയത്ത് അയൽ രാജ്യത്തിലുള്ള ആളുകൾ ഈ വിദർഭ എന്ന രാജ്യത്തിലെ രാജാവിനെ ആക്രമിച്ച് കീഴടക്കുകയും രാജാവിനെ വധിക്കുകയും രാജ്യം തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കുട്ടി അവിടെ നിന്നും ഓടി ഇവിടെ വന്നതുകൊണ്ടാണ് ഈ ബ്രാഹ്മണ സ്ത്രീയുടെ മുമ്പിൽ പെട്ടതും ഇവരെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിയതും. ഇതാണ് ആ കുട്ടിയുടെ കഥ. അങ്ങനെ ഈ ബ്രാഹ്മണ സ്ത്രീ ഈ കുട്ടിയെ വളർത്തി. കുറേ കാലം കഴിഞ്ഞു, കുട്ടികൾ വളർന്നു. അങ്ങനെ ഒരു ദിവസം ഈ രണ്ട് കുട്ടികളും ഒരു റോഡിൽ ഇങ്ങനെ, ഒരു വഴിയിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആ വഴി രണ്ട് അപ്സര സ്ത്രീകൾ വരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഈ രാജകുമാരനെ കണ്ടപ്പോൾ, അതായത് രാജകുമാരനായ ഈ കുട്ടിയെ കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടം തോന്നുകയും അതിൽ അൻഷുമതി എന്ന ഒരു അപ്സരസ്, ആ അൻഷുമതി ഗന്ധർവ സ്ത്രീയാണ്. അവർ ഈ കുട്ടിയോട്, ഈ വിദർഭ എന്ന രാജ്യത്തിലെ ഈ രാജകുമാരനായ കുട്ടിയോട് സംസാരിച്ചു കൊണ്ട് നിന്നു. അത് കണ്ടതും മറ്റേ കുട്ടി, ഈ ബ്രാഹ്മണ സ്ത്രീയുടെ കുട്ടി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അൻഷുമതി എന്ന ഗന്ധർവ സ്ത്രീ അവരുടെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് ഈ കുട്ടിയെ കാണിക്കുന്നു. അവർക്ക് വളരെയധികം ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്നു. ഈ കുട്ടിയോട് തങ്ങളുടെ മകളെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുകയും താല്പര്യമുണ്ട് എന്ന നിലയിലൊക്കെ സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ ബ്രാഹ്മണ സ്ത്രീയുടെ സ്വപ്നത്തിൽ മഹേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും എല്ലാ പ്രദോഷങ്ങളും എടുക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ബ്രാഹ്മണ സ്ത്രീയുടെ സ്വപ്നത്തിൽ ഭഗവാൻ മഹേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും ഈ അൻഷുമതിയുമായി ഈ കുമാരന്, ഇവരുടെ ഈ വളർത്തുമകനെ അൻഷുമതിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. ഇതേപോലെ തന്നെ
ഈ ഗന്ധർവ സ്ത്രീയുടെ മാതാപിതാക്കളുടെ സ്വപ്നത്തിലും മഹേശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു. ഇതുപോലെ തന്നെ പറയുന്നു. അങ്ങനെ രണ്ട് വീട്ടുകാരുടെയും അനുഗ്രഹത്തോടു കൂടി അവരുടെ വിവാഹം നടക്കുന്നു. അങ്ങനെ വിവാഹം നടന്നതിനു ശേഷം ഈ ഗന്ധർവ അപ്സര സ്ത്രീയുടെ അച്ഛനായ ഗന്ധർവൻ്റെ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി ഈ കുട്ടി അവരുടെ രാജ്യത്ത് പോവുകയും, അതായത് വിദർഭ എന്ന രാജ്യത്ത് പോവുകയും അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിനെ, അതായത് ശത്രു രാജാവിനെ ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തു. അങ്ങനെ രാജ്യം തിരിച്ചു പിടിക്കുന്നു ഈ കുട്ടി. അങ്ങനെ ഈ കുട്ടി അവിടുത്തെ രാജാവാകുന്നു, വിദർഭ എന്ന രാജ്യത്തിലെ രാജാവ് ആകുന്നു. അതിനുശേഷം തൻ്റെ കൂട്ടുകാരനായ സഹോദര തുല്യനായ ആ ബ്രാഹ്മണ സ്ത്രീയുടെ മകനെ തൻ്റെ മന്ത്രിയായി നിയമിക്കുകയും ചെയ്തു. അതോടുകൂടി ബ്രാഹ്മണ സ്ത്രീയുടെയും മകൻ്റെയും ജീവിതത്തിന് മാറ്റമുണ്ടാവുകയാണ്. ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായതിൻ്റെ കാരണം ഈ ബ്രാഹ്മണ സ്ത്രീ ഒരു ശിവഭക്തയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് മാത്രമല്ല, ഇവർ എല്ലാ പ്രദോഷങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു സോമപ്രദോഷ വ്രതം അനുഷ്ഠിച്ചതിൻ്റെ തൊട്ടടുത്ത സമയങ്ങളിലാണ് ഇവരുടെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞത്. ഇവിടെ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ വലിയ അനുഗ്രഹങ്ങൾ നൽകുമെന്നും, എങ്ങനെയാണോ ഈ ബ്രാഹ്മണ സ്ത്രീയുടെയും മകൻ്റെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചത്, അതുപോലെയുള്ള അത്ഭുതങ്ങൾ ആരാണോ അനുഷ്ഠിക്കുന്നത് അവരുടെ ജീവിതത്തിലും മഹേശ്വരൻ തരും എന്നുള്ളതാണ് ഇവിടെ ഈ കഥയിലൂടെ വ്യക്തമാകുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്. അതായത് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ബ്രാഹ്മണ സ്ത്രീ ഒരിക്കലും ഇങ്ങനെയൊരു ജീവിതം സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷേ അത്ര വലിയ ഒരു മാറ്റത്തിലേക്കാണ് അവർക്ക് പിന്നീട് പോകേണ്ടതായിട്ട് വന്നത്. ഭിക്ഷയാചിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന സ്ത്രീ പെട്ടെന്ന് ഒരു മന്ത്രിയുടെ മാതാവ്, അതും ഒരു വലിയ രാജ്യത്തിൻ്റെ മന്ത്രിയുടെ മാതാവ് എന്ന നിലയിലേക്ക് പോവുകയാണ്. അത് മാത്രമല്ല, രാജാവിൻ്റെ വളർത്തമ്മ എന്ന നിലയിലേക്കും മാറുന്നു. അമ്മ തന്നെ രാജമാതാവായി മാറുകയാണ്. അത്രയും വലിയ മാറ്റമാണ് ഭഗവാൻ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് കൊടുത്തത്. ഇതാണ് സോമപ്രദോഷത്തിൻ്റെ കഥ. പ്രദോഷത്തെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാവരും തന്നെ ആ ദിവസം പരമാവധി സമയം നാമം ജപിക്കുകയും നമഃശിവായ മന്ത്രം ജപിക്കുകയും ചെയ്യണം. സാധിക്കുന്ന എല്ലാവരും അന്നദാനം ചെയ്യുക. അതും കാശിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠം. കാശിയിൽ നിങ്ങൾക്ക് അന്നദാനം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബന്ധപ്പെടുക, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.